നമുക്കെല്ലാം ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എന്താണെന്നറിയാം. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കമ്പനി എങ്ങനെ ആരംഭിച്ചു എന്നറിയാമോ? 1996 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 വിദ്യാർത്ഥികളായ ലാറി പേജ്, സെർജി ബ്രിൻ എന്നിവർ ചേർന്ന് വെബ് പേജുകൾ എങ്ങനെ റാങ്ക് ചെയ്യാമെന്ന് ആലോചിച്ചു. സാധാരണ സെർച്ച് എഞ്ചിൻസ് എല്ലായ്പ്പോഴും തെറ്റായ ഫലങ്ങൾ കൊടുക്കുന്നു എന്നവർ കണ്ടു. അതുകൊണ്ട് വെബ് പേജുകളുടെ പ്രാധാന്യം അനുസരിച്ച് റാങ്ക് ചെയ്യുന്ന അൽഗോരിതം അവർ ഉണ്ടാക്കി. ആദ്യകാലത്ത് അവർക്ക് നിക്ഷേപം ലഭിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ഒടുവിൽ 1998 ഒരു ചെറിയ ഗാരേജിൽ നിന്ന് ഗൂഗിൾ ജനിച്ചു. അവരുടെ പേജ് റാങ്ക് സിസ്റ്റം വെബ് പേജുകളുടെ പ്രാധാന്യം അനുസരിച്ച് റാങ്ക് ചെയ്യാൻ സഹായിച്ചു. 1999 അവർക്ക് ആദ്യ വലിയ നിക്ഷേപം ലഭിച്ചു. ഇങ്ങനെ 2000 ആഡ്വേർഡ്സ് വഴി ഡിജിറ്റൽ പരസ്യരംഗത്ത് ഗൂഗിൾ തുടക്കം കുറിച്ചു. പിന്നീട് 2004 ഗൂഗിൾ IPO, ജിമെയിൽ എന്നിവയും 2005 ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ എർത്ത് എന്നിവയും ലോഞ്ച് ചെയ്തു. 2006 യൂട്യൂബ് ഏറ്റെടുത്തു. 2008 ഗൂഗിൾ ക്രോം ബ്രൗസർ ലോഞ്ച് ചെയ്തു. പിന്നീട് ഗൂഗിൾ ഫൈബർ, ഗൂഗിൾ അസിസ്റ്റന്റ് ഉൾപ്പെടെ ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ഒരു ചെറിയ ഗാരേജിൽ നിന്ന് ലോകത്തെ ഡിജിറ്റൽ ശക്തിയായി വളരാൻ ഗൂഗിളിന് കഴിഞ്ഞു.